എടി എടി, നീ എന്താ ഈ കാണിക്കുന്നേ? പാത്രം കഴുകുവാണോ അതോ തല്ലി പൊട്ടിക്കുവാണോ? അയ്യോ, അറിയാതെ കയ്യിൽ നിന്ന് താഴെ വീണ് പോയതാണ്. നീയാണോടി അറിയാതെ വീഴുന്നേ? അപ്പുറത്തെ മുറിയിൽ നിന്ന് എന്റെ ചങ്ക പൊട്ടി പോയല്ലോ. എന്റെ പണി ബോധിക്കുന്നില്ലെങ്കിൽ എന്നെ അങ്ങ് പറഞ്ഞു വിട്ടേര്. കാര്യം കഴിഞ്ഞല്ലോ. എന്നാലും നീ മര്യാദയ്ക്ക് പണി ചെയ്യില്ലെന്നുള്ള വാശിയിലല്ലേ? എന്താ ഇവിടെ ഒരു ബഹളം? ഇവള് ബഹളം ഉണ്ടാക്കും ആമി. ഇവളുടെ പണി എനിക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ പറഞ്ഞു വിട്ടോളാൻ. അങ്ങനെ പറഞ്ഞു വിട്ടിട്ട് നീ മിടിക്കാണ്ട. നിനക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോക്കോ. ആരും നിന്നെ തടഞ്ഞു നിർത്തില്ല. മുത്തശ്ശി, എന്തൊക്കെ പറയുന്നേ? പിന്നല്ലാതെ ഇവള് പറയുന്നത് കേട്ട് കൈയും കെട്ടി നോക്കി നിൽക്കണോ? ഗോമതി ചേച്ചി ആദ്യമായിട്ടല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നേ. അതിനിങ്ങനെയാണോ മറുപടി കൊടുക്കുക? മുത്തശ്ശി ഒന്ന് അപ്പുറത്തേക്ക് പോയെ. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ഓ, ആര് കൈകാര്യം ചെയ്താലും കൊള്ളാം. ഇനി ഇവിടുന്ന് വല്ല തട്ടോ മുട്ടോ കേട്ടിട്ടുണ്ടെങ്കിൽ എന്റെ തനിക്കൊണ എല്ലാരും കാണും. പറഞ്ഞേക്കാം. ചേച്ചിക്ക് ഇത് എന്താ പറ്റിയേ? ആരോടെ ഈ പതിവില്ലാത്ത ദേഷ്യമൊക്കെ? എന്തായാലും എന്നോട് പറ. എനിക്ക് ആരോടും ഒന്നും പറയാനില്ല. ഒരു പ്രശ്നവുമില്ല. എനിക്കിത്തിരി മനസ്സമാധാനം തരുമോ? ഇനി ഞാനായിട്ട് ചേച്ചിയുടെ മനസ്സമാധാനം കളയുന്നില്ല. എന്താന്ന് വെച്ചാ അയക്കും. ആദി, ആ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, ഒന്ന് നോക്കൂ. പിന്നെന്താ, വാ. എന്താ അത് കൂട്ടാ? വാഷിംഗ് മെഷീൻ എന്തോ പറ്റിയിരുന്നു മുത്തശ്ശി. എന്നാ കടക്കാരനോട് വിളിച്ചു പറ. അങ്ങനെയും. മോളിതെങ്ങോട്ടാ? ഞാൻ പുറകിൽ അലക്കലി കൊണ്ട് കഴിക്കോളാം. മോളതൊക്കെ അവിടെ കൊണ്ടിട്ടെ, ഞാൻ ഗോമതി കൊണ്ട് നനപ്പിച്ചു തരാം.